നമ്മളിപ്പോൾ ഉള്ളത് പാറാപ്പള്ളി, കണ്ണൂർ പാറാപ്പള്ളി എന്ന സ്ഥലത്താണ്. അവിടെ കാണുന്നുണ്ട് നല്ല കടലിൻ്റെ ഇരമ്പലാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഫിഷിംഗ് എന്ന ഉദ്ദേശത്തിൽ വന്നതാണ്. പിന്നെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം. എൻ്റെ കൂടെ നമ്മളെ അമ്മോഷൊക്കെ ഉണ്ട് വൈകുന്നേരം. അപ്പോൾ നമുക്ക് ഫിഷിംഗ് പറ്റുമോ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ മീൻ പിടിക്കാം. നമ്മൾ അമ്മോഷൻക്ക് അങ്ങ് എത്തി. മൂപ്പറ് മീൻ പിടിക്കേണ്ട ദൃഢനിശ്ചയത്തോടെ അങ്ങേ പാറക്കെട്ടിലെത്തണം. അതാണ് മൂപ്പറുടെ ഉദ്ദേശം. കാണുന്നുണ്ടോ നിങ്ങൾ? കാണുന്നുണ്ടോ? അവിടെ എത്തണം. അതിനാണ് നമ്മൾ പോകുന്നത്. കിട്ടിയാൽ കാണാം. മഴയെങ്ങാനും പെയ്തിട്ടുണ്ടെങ്കിൽ ഒരൊറ്റൊരു കുടയുണ്ട്. പിന്നെ വഴുക്കാണ്ട് പോകണം. തരാണ്ട ഇങ്ങനെ പോകുന്നുണ്ട്. നോക്കാം എവിടെ എത്തും നോക്കട്ടെ. പടച്ചതുമ്പുരാനെ ഫുള്ള് പാറക്കെട്ടാ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. വലിയൊരു പാറക്കെന്ന് അങ്ങനെ കണ്ടിട്ടില്ലേ? അതിൻ്റെ മേലെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള കാഴ്ചകൾ നിങ്ങൾ കാണിച്ചതാ. എമ്മാതിരി വ്യൂ അല്ലേ, എമ്മാതിരി വ്യൂ പറയാനുണ്ടോ? കടലിന്റെ തുമ്പത്തുള്ള നമ്മുടെ തുരുത്തിന്റെ തുമ്പത്തുള്ള വലിയ പാറക്കെട്ടിന്റെ ഇങ്ങനെ നോക്കിയ വെള്ളം കാണണ്ടോ? ഇതൊന്നൊന്നര ലുക്കല്ലേ? ഇവിടുന്ന് കിട്ടുന്ന വൈബ് വേറെ എവിടുന്ന് കിട്ടൂല നമുക്ക്. എന്താ അല്ലേ? എന്താ വൈബ്! ആരെങ്കിലും ഈ കൊണ്ടത്തെ സമയത്ത് പുറത്തിറങ്ങോ? കാണാനുണ്ടോ? കര വന്ന് അടിച്ച് കൊണ്ടുപോകുമ്പോഴോ? ഇല്ലല്ലോ, പടച്ചോൻ കാക്കും. സൂപ്പറല്ലേ? റിസ്ക് ആണല്ലോ എടുക്കല്. നീ കിട്ടുന്ന വകുപ്പില്ല കേട്ടോ.
ഉദ്ദേശത്തിൽ ഇറങ്ങിയത്. പക്ഷെ കടൽ നല്ല കലിപ്പിലാണ്. തിരയും കൊണ്ടിങ്ങനെ കാത്തിക്കല്ല നമ്മളല്ലേ. സൗകര്യപ്പെട്ടെങ്കിൽ പിടിക്കും, അല്ലെങ്കിൽ ഈ കടൽക്ഷോഭം നമ്മൾ വീഡിയോ അങ്ങ് ഇറക്കും. ഓക്കെ. മോനെ കാണുന്നുണ്ടോ? ബാക്കിൽ കാണുന്നുണ്ടോ? എമ്മാതിരി കടലട്ടിയാ. ഇവിടുന്ന് എങ്ങനെ മീൻ പിടിക്കാനാ? നിങ്ങൾ മീൻ പിടിക്കണം എന്ന് വിചാരിച്ചാൽ ഇറങ്ങിയാ, പക്ഷെ ഓരോ രക്ഷയില്ല. എമ്മാതിരി അടിയാ. നോക്കിയാ, നിങ്ങൾ കണ്ടു നോക്ക്. പാറേപ്പള്ളി എന്നാ പറയാ. ഓക്കെ. 7 എന്ന സ്ഥലത്തിന്റെ പേര്, കണ്ണൂര് മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ അറ്റാച്ച്ഡ് സ്ഥലമാണ്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതാ, ഈ ഒരു വലിയ പാറക്കെട്ടിനടക്കുള്ള കടൽക്ഷോഭവും പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പാറേപ്പള്ളിയും. പാറേപ്പള്ളി ഇവിടെ തന്നെയാണ്. പാറേപ്പള്ളി എന്ന് പറയുന്നത് ഒരുപാട് ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ്. ഇവിടെ വന്നവർക്കറിയാം. AD 1700 കാലഘട്ടങ്ങളിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു പള്ളിയാണിത്. അതിന് മുന്നേ ഇതൊരു ദർഗയാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കടൽക്ഷോഭങ്ങളും സുനാമിയൊക്കെ അതിജീവിച്ച ഒരു പ്രശസ്തമായൊരു പള്ളിയാണിത്. കൊറോണയെക്കാട്ടും വലിയ കടൽക്ഷോഭം ഇവിടെ നടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ വീട്ടിനുള്ളിൽ അടഞ്ഞു കൂടിയിരുന്ന ഒരു കാര്യം പുറത്തിറങ്ങിയത് വെള്ളം ഇതാണ് വെള്ളം. പാറക്കെട്ട്, ഈ തിര വന്ന് പാറക്കെട്ടിൽ അടിക്കുമ്പോഴുള്ള ശബ്ദമുണ്ടല്ലോ, നമ്മുടെ മനസ്സിലെ ടെൻഷനൊക്കെ അങ്ങ് പോകും. അതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പോസിറ്റീവ് വൈബ് എൻജോയ് ചെയ്യണമെങ്കിൽ ഇവിടെ വരണം. നല്ല അടിച്ച് പൊളിക്കുക. പോയക്കല്ലേ തിര കാണും തിര. തിരയിൽ മീൻ പിടിക്കാൻ വന്ന് നമ്മൾ വേണം തല്ലാൻ. ഇവിടെ തല്ലാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വ്ലോഗ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ സമയം കിട്ടുമ്പോൾ നമ്മൾ ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഫീൽഡിൽ കൊടുക്കുന്നതാണ്. അത് കണ്ട് നിങ്ങൾ വരണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ തരാം. അതുവരെ ബൈ ബൈ.